ഏഷ്യാനെറ്റ് പോലെയുള്ള പേരെടുത്ത് തന്നെ പറയാൻ ഒരു മടിയില്ല. ഏഷ്യാനെറ്റ് പോലെയുള്ള ചില മാധ്യമങ്ങൾ ഏതൊക്കെയോ മേനോത്തിമാരെയൊക്കെ പിടിച്ചുകൊണ്ടിരുത്തിയിട്ട് ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് ബംഗ്ലാദേശിൽ നടക്കുന്നതെന്നാണ് പറയുന്നത്. ഒറ്റപ്പെട്ട സംഭവങ്ങൾ. അവിടെ ഒരു പ്രശസ്തനായ ഒരു ഗായകനുണ്ട്. അദ്ദേഹത്തിൻ്റെ 400 വർഷം പഴക്കം വരുന്ന വീട് എരിച്ച് കത്തിച്ച് അഗ്നിക്കിരയാക്കി വിടുന്നത് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ഇസ്കോണിൻ്റെ ക്ഷേത്രം, ഇസ്കോൺ ക്ഷേത്രത്തിലെ ചില ചിത്രങ്ങൾ വളരെ വൈറലായിരുന്നു നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ റംസാൻ നോമ്പ് കാലത്ത്. ഒക്കെ ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല, അവരുടെ ഇഷ്ടമാണ്. നോമ്പ് കഞ്ഞിയൊക്കെ കൊടുത്ത് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് നമ്മൾ കണ്ടായിരുന്നു. ആ ഇസ്കോൺ ക്ഷേത്രം ഇന്ന് കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 1971 ആ പ്രശസ്തമായ ചിത്രം ഉണ്ടല്ലോ, പാകിസ്ഥാൻ ആർമി ഇന്ത്യൻ ആർമിക്ക് സറണ്ടർ ചെയ്ത് ഡീഡ് സൈൻ ചെയ്യുന്ന ഒരു ചിത്രം. ആ ചിത്രത്തിനെ അവിടെ ഒരു മോണുമെന്റ് ആക്കിയിട്ട് അവരൊരു പ്രതിമയൊക്കെ ഉണ്ടാക്കി ഒരു സ്മാരകമാക്കി സൂക്ഷിച്ചിരുന്നു. അതിനെ പാടെ തകർത്ത് കളഞ്ഞു. അപ്പം നമ്മുടെ കൺവെട്ടത്തിൽ തന്നെ ഇത്രയധികം നമുക്ക് കാണാൻ പറ്റുന്ന സാധനങ്ങൾ, ഇന്ദിരാഗാന്ധി കൾച്ചറൽ സെന്റർ തകർത്ത് കളഞ്ഞു, കത്തിച്ചു കളഞ്ഞു. അപ്പോൾ നമ്മുടെ കൺമുന്നിൽ തന്നെ നമുക്ക് ഇത്രയും സംഭവങ്ങൾ കാണാൻ പറ്റുമ്പോൾ നമ്മൾ കാണാത്ത എത്ര 100 കണക്കിന് അല്ലെങ്കിൽ 1000 സംഭവങ്ങൾ അവിടെ നടക്കുന്നു എന്നുള്ള കാര്യം വേണം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ബംഗ്ലാദേശ് ഉണ്ടാകുന്ന കാലത്ത് ഏതാണ്ട് 30%, 25-30% ഹിന്ദു ജനസംഖ്യ ഉണ്ടായിരുന്നിടത്ത് ഇന്ന് വെറും 7-8% അത് താഴേക്ക് വന്നിരിക്കുകയാണ്. ഈ ഒറ്റപ്പെട്ട സംഭവങ്ങളാണോ ഇതൊക്കെയെന്ന് എനിക്കറിയില്ല. 29 പട്ടാള അട്ടിമറികളാണ് ബംഗ്ലാദേശിൽ ഇതിനോടകം തന്നെ നടന്നിട്ടുള്ളത്. ഓരോ പട്ടാള അട്ടിമറികൾ ഉണ്ടാകുമ്പോഴും അവിടെ വളരെ വ്യക്തമായിട്ടൊരു ഹിന്ദു വംശഹത്യ എല്ലാ കാലഘട്ടത്തിലും നടന്നിട്ടുണ്ട്. അത് ഇപ്പോഴും മനസ്യൂതം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒറ്റപ്പെട്ട സംഭവങ്ങളെന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ പോലും ഇത്രയും വലിയ സ്മാരകങ്ങൾ പോലും തകർത്ത് താഴെ എറിയുന്ന തലത്തിലുള്ള സംഭവങ്ങൾ നമുക്ക് കണ്ണുകൊണ്ട് ഇവിടെ ഇരുന്ന് കാണാൻ കഴിയുമ്പോഴാണ് നമ്മളോട് വന്നിട്ട് പറയുന്നത് ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് അവിടെ നടക്കുന്നത്. ഈ പറയുന്ന ഇത്രയും വലിയ സ്മാരകങ്ങളൊന്നും വീണില്ലായിരുന്നെങ്കിൽ അതുപോലും ഉണ്ടെന്ന് ഇവരാരും പറയില്ലായിരുന്നു. അപ്പോൾ എല്ലാ കാലഘട്ടത്തിലും വിലക്കെടുക്കാൻ പറ്റുന്ന കുറച്ച് ആൾക്കാരെ അവർക്ക് കിട്ടിയിട്ടുണ്ട്. ആ വിലക്കെടുക്കാൻ പറ്റുന്ന ആൾക്കാരെ ഉപയോഗിച്ചുകൊണ്ട് ഈ പറയുന്ന തീവ്രവാദത്തിന് വൈറ്റ് വാഷ് അടിക്കുക എന്ന് പറയുന്ന പണിയാണ് നമ്മുടെ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഉൾപ്പെടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ദുഃഖകരമായൊരു കാര്യമാണ്. അതുമാത്രമല്ല, ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അവിടെ കമലാ ഹാരിസ് കുറച്ച് ദിവസം മുമ്പ് സംസാരിക്കുന്നത് കേട്ടായിരുന്നു. എന്താണ്? ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഭരണഘടന തിരുത്തപ്പെടും, പിന്നെ ഭരണഘടന ഉണ്ടാവില്ല, തെരഞ്ഞെടുപ്പ് ഉണ്ടാകില്ല, ഇത് അവസാനത്തെ തെരഞ്ഞെടുപ്പായിരിക്കും എന്നാണ് കമലാ ഹാരിസ്